ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒന്ന് ശ്വാസം വലിച്ച്. ആളിപ്പോ ബെറ്റർ ആയല്ലോ. തങ്കം ഭക്ഷണവും മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നില്ലേ? ഉണ്ട് ഡോക്ടർ. ഇവിടെ വന്നതി പിന്നെ എനിക്കങ്ങനെ അസുഖമൊന്നുമില്ല. അതിന്റെ മാറ്റം കാണാനുണ്ട്. തൽക്കാലം ഈ മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്താൽ മതി. ശരി ഡോക്ടർ. കൃഷ്ണ ഒന്ന് വരും. വരാവേ. ഉണ്ണിമായെ, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന്. ആ, സുന്ദരിയുടെ കയ്യിൽ നിന്ന് കിട്ടിയ കാശ് ഇന്ന് തന്നെ ബാങ്കിൽ കൊണ്ടിടാൻ നീ അവളോടൊന്ന് പറയണം. ഞാൻ പറഞ്ഞു മടുത്തു. അതും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെന്നാലേ എനിക്ക് നല്ല തല്ല് കിട്ടും. അമ്മ ഒന്നും മിണ്ടായിരുന്നേ. ഡോക്ടർ. കൃഷ്ണേ, അമ്മയുടെ ആരോഗ്യസ്ഥിതി ബെറ്റർ ആയിട്ടുണ്ടെന്ന് ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. വെരി വെരി ക്രിട്ടിക്കലാണെന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കടന്നുകൊണ്ടിരിക്കുക. ഓപ്പറേഷന്റെ കാര്യങ്ങൾ ഇനി വൈകിച്ച അവരുടെ ജീവൻ നമുക്കിനി പിടിച്ചു നിർത്താൻ പറ്റില്ല. സർ, ഞാൻ കിട്ടാനുണ്ടെന്ന് പറഞ്ഞ് പണം കിട്ടി. Then why? എന്തിനാ അത് വെറുതെ വെച്ച് താമസിപ്പിക്കുന്നേ? അതോ ഇതിനി സമയവും മുഹൂർത്തമൊക്കെ നോക്കാനുണ്ടോ? വിശ്വാസങ്ങളാണല്ലോ എല്ലാവരും നയിക്കുന്നേ. അതൊന്നും അല്ല സർ, കുറച്ച് പണം കൂടി വേണമായിരുന്നു. അതുകൂടി ശരിയാവാതെ എങ്ങനെയാ അഡ്മിറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാ. കാര്യത്തിന്റെ ഗൗരവം ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. സ്ഥിരം കണ്ടുപഴകുന്ന പേഷ്യൻസിനോട് ഞങ്ങൾക്ക് മാനസികമായൊരു അടുപ്പം ഉണ്ടാവാറുണ്ട്. കുട്ടിയുടെ അമ്മയോടും അതുണ്ടെന്ന് കൂട്ടിക്കോളൂ. കാരണം ഹോസ്പിറ്റൽ ബെഡിൽ വെച്ചാണല്ലോ എല്ലാവരും അവരവരുടെ സ്വപ്നങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഒട്ടും വൈകിക്കാൻ പറ്റില്ല. ഇനിയും താമസിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ശുപാർശ ചെയ്ത് ഇവിടുന്ന് ഒഴിഞ്ഞു മാറണമെന്നേ പറയാൻ പറ്റൂ. അരുത് സർ, ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തോളാം, ഉറപ്പാണ്. ഗാഥ മാഡം, മമ്മി ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് മാഡത്തിന് തോന്നുന്നുണ്ടോ? മാഡം മമ്മിയെ അനുസരിക്കണം. മമ്മി ജീവിക്കുന്നത് മാഡത്തിന് വേണ്ടിയല്ലേ? മാഡത്തിന് ചെറിയൊരു പനി വന്നാൽ പോലും സിത്താര മാം എന്ത് സങ്കടപ്പെടാറുണ്ട്. അപ്പൊ പിന്നെ മരണമാണ് കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞ സഹിക്കോ? എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ എനിക്കിതിലൊക്കെ വിശ്വാസം തോന്നുന്നു സിനി ചേച്ചി. കളരിക്കലെ ശാപം സത്യാണ്, അതെനിക്ക് ഉറപ്പായി. മോളെ, ഞാൻ ഇപ്പൊ തന്നെ ആ കളരിക്കിലേക്ക് വിളിച്ചു പറയാം. ഇനി ആ കുടുംബമായിട്ട് നമുക്ക് ഒരു ബന്ധവും വേണ്ട. നോ മമ്മി. കൃഷ്ണ